പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മരിയ ജോൺ ബിയാനി പറഞ്ഞു, സ്വർഗപിതാവിൻ്റെ പരിപൂർണത പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കാൻ ഒരമ്മയുണ്ട്. ഒരാത്മാവ് ഈ അമ്മയ്ക്ക് എത്ര അധികമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നുവോ അത്രയധികം ഈ ആത്മാവ് ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായിരിക്കും. പരിശുദ്ധി അമ്മയുടെ സ്നേഹനിർഭരമായ ഹൃദയത്തിൽ തങ്ങളെ തന്നെ നിക്ഷേപിക്കുകയും അതിൽ ലയിച്ചു ചേരുകയും ചെയ്യുമ്പോൾ സ്നേഹത്താൽ അവർ പ്രശോഭിതരാകുന്നു. അതോടെ പാപമാലിന്യത്തിൻ്റെ ഒരു പൊട്ടുപോലുമില്ലാതെ അവർ ശുദ്ധീകൃതരാകും. സുഗന്ധപൂരിതമായൊരു വസ്തുവിൽ സ്പർശിച്ചാൽ നമ്മുടെ കൈകൾക്ക് സൗരഭ്യം കിട്ടുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിമളം പരത്തുന്നു. ദൈവമക്കളെ, ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നാം പരിശുദ്ധി അമ്മയ്ക്ക് നമ്മെ പ്രതിഷ്ഠിക്കുകയാണ്. ദൈവമാതാവിൻ്റെ ഹൃദയത്തിൽ നമ്മെ നിക്ഷേപിക്കുകയാണ്. കൊന്ത നമസ്കാരം പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്ന അത്ഭുത പ്രാർത്ഥനയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എലിസബത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ സ്തുതിക്കുന്ന രംഗമുണ്ട്. മറിയം സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകിയ ജപമാല പ്രാർത്ഥന നാം ഭക്തിപൂർവം പ്രാർത്ഥിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഭവനത്തിൽ സംഭവിച്ചത് നമ്മുടെ ഭവനങ്ങളിലും ജീവിതങ്ങളിലും സംഭവിക്കും. അത് സംഭവിക്കട്ടെ. അതിന് കൂടുതൽ ആവേശത്തോടെ തീഷ്ണതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.